നമ്മുടെ കീവിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു. ഇപ്പോൾ ഇതിനോടകം തന്നെ പല കുട്ടികളും ടോക്കൺ ഫീസൊക്കെ അടച്ച് കാണുമായിരിക്കും. ഇനിയും അടയ്ക്കാനുള്ളവർ ഈ 12-ാം തീയതിക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് വരും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കോളേജിൽ പോകേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഉദ്ദേശിച്ച കോളേജ് ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ അലോട്ട്മെന്റിൽ കൂടെ വന്നേക്കുന്നത്. നിങ്ങളിപ്പോൾ 10 കോളേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4ാമത്തെ കോളേജ് ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇതല്ലല്ലോ എന്റെ ഉദ്ദേശിച്ച കോളേജ്, എനിക്ക് അതിന്റെ മണ്ടയ്ക്കോട്ടുള്ള കോളേജൊക്കെ ആണല്ലോ വേണ്ടത്, ഫസ്റ്റ് ഓപ്ഷൻ ആണല്ലോ വേണ്ടത്. എന്തായാലും നമ്മള് ഫസ്റ്റ് ഓപ്ഷൻ എന്നും സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കിട്ടിയില്ലെങ്കിൽ ഇത് എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം. എന്ന് പറയുമ്പോൾ അതിന്റെ മണ്ടയ്ക്കോട്ടുള്ള കോളേജസുകൾ ഇഷ്ടമാണ്, കിട്ടിയില്ല എങ്കിൽ താഴത്തെ കോളേജ് എന്നുള്ള രീതിയിൽ കൂടെ നമ്മൾ ഓപ്ഷൻസുകളെല്ലാം വെച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ സെക്കൻഡ് തേർഡ് ഒന്നും കിട്ടിയില്ല, ഫോർത്ത് ആണ് കിട്ടിയെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് ആ ടോക്കൺ ഫീസ് ഉറപ്പായിട്ടും അടയ്ക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ കോളേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾ അപ്പോൾ ഔട്ട് ആവും, നമ്മുടെ അലോട്ട്മെന്റിൽ നിന്നും ഔട്ട് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോൾ ആകെ ഇപ്പൊ 2000 രൂപയാണ് ഇപ്പോൾ എല്ലാവരും ഓൾറെഡി അടച്ചിട്ടുണ്ടായിരുന്നു. ആ 2000-നോട് കൂടി ഇപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഒരു 8000 രൂപയും കൂടെ അടയ്ക്കണം. ഇത് നമുക്ക് സിഇക്കാണ് പോകുന്നത് കേട്ടോ. ഇത് സിഇക്കാണ് പോകുന്നത്, അല്ല നമ്മുടെ കോളേജിലോട്ടല്ല, സിഇയുടെ ഓഫീസിലോട്ടാണ് ഇത് പോകുന്നത്. അപ്പൊ അങ്ങനെ 10000 രൂപയാണ് ഇപ്പൊ നമ്മൾ ടോക്കൺ അഡ്വാൻസ് ആയിട്ട് മീൻസ് ഫീസിന്റെ ഇനത്തിൽ ടോട്ടലി 10000 രൂപ നമ്മൾ ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ മാത്രമേ ഇനി നിങ്ങൾക്ക് കോളേജിലോട്ട് പോകേണ്ടി വരത്തുള്ളൂ. ഇപ്പൊ നമ്മൾ 1, 2, 3, 4, 5, 6 ഇങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 4ാമത്തെ കോളേജാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ അടുത്ത ഇതെല്ലാം ഡിലീറ്റ് ആവും, അടുത്ത നമുക്ക് ഇനി കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ കോളേജ് അവിടെ ഒരു ബോൾഡ് ആയിട്ട് അവിടെ എന്ന് കാണാൻ പറ്റും, ബാക്കിയുള്ള കോളേജസുകൾ അവിടെ കാണും. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് അടുത്ത കോളേജിലോട്ട് പോകണം എന്ന് ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു കൺഫർമേഷൻ വരും. അത് നിങ്ങൾ അന്നേരം ചെയ്യണം, അല്ലാതെ അതൊക്കെ മറന്നുപോയി കഴിഞ്ഞാൽ പണിയാവും കേട്ടോ. മണ്ടേക്കോട്ടുള്ള കോളേജസുകളാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫീസ് അടച്ചു വെക്കണം. ഈ 8000 രൂപ ഫീസ് അടയ്ക്കുന്നതിന്റെ അതൊന്ന് കോപ്പി എടുത്ത് റെസിപ്റ്റ് ആക്കി ഒന്ന് എടുത്ത് വെച്ചേക്കണം, ഞാൻ ഈ ഫീസ് അടച്ചു എന്നുള്ളത് കേട്ടോ. കാരണം ഇവിടെ കിട്ടിയാലും മണ്ടേക്കോട്ട് കിട്ടിയാലും ഇതിന്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ വെച്ച് ഉണ്ടായിരിക്കണം. കോളേജ് ചെല്ലുമ്പോൾ ചോദിക്കും, പിന്നെ ഏത് കോളേജിലാണ് ഫൈനലായിട്ട് കിട്ടിയെന്നുള്ളതിന്റെ ഡേറ്റാ ഷീറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും കയ്യിലെടുത്ത് സൂക്ഷിച്ചു വെക്കണം കേട്ടല്ലോ. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷഫിൾ ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ. അതിനുള്ള ഓപ്ഷൻ വരും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മണ്ടയ്ക്കോട്ടുള്ളത് നമുക്കൊന്ന് മാറ്റി ഒന്ന് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് വെച്ചോണ്ട് നിങ്ങൾക്ക് മണ്ടയ്ക്കോട്ട് മാറ്റാം. പക്ഷെ ഇതിനെ ഇനി നമുക്കൊന്നുമേ ചെയ്യാൻ പറ്റത്തില്ല. ഈ കിട്ടിയത് അവിടെ ഉണ്ടാവും, അതിന് എന്നുമേ നമുക്ക് മാറ്റാൻ പറ്റില്ല. താഴോട്ടുള്ളതെല്ലാം ഡിലീറ്റ് ആവുകയും ചെയ്യും കേട്ടല്ലോ. ഇങ്ങനെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു പോവുക. കാരണം നമുക്കൊരു നല്ല കോളേജ്, നല്ലൊരു കോഴ്സുമാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു 4 വർഷത്തെ ഒരു വലിയൊരു കോഴ്സാണ് പഠിക്കാൻ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജും ഒരു കോഴ്സും ഒക്കെ മാക്സിമം തരപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്, നമ്മളെ കൈക്കലാക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പഠിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമുണ്ട്. അല്ലാതെ കോളേജ് കിട്ടിയതുകൊണ്ട് കോഴ്സ് കിട്ടിയതുകൊണ്ട് ജയിക്കത്തൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് വലിയൊരു പണിയാണ് 4 വർഷം കൊണ്ട് ചെയ്ത് തീർക്കാനുള്ളത്. അത് നിങ്ങൾ നന്നായിട്ട് ചെയ്യണം. കാരണം ഇതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്നും അടച്ചു തരികയാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കാനെന്നുള്ള രീതി കൂടെ അത് നിങ്ങൾക്ക് പ്രയോജനമാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഉഴപ്പാതെ പോകണം. കാരണം ഇതിന്റെ സാധാരണ നമുക്ക് എഞ്ചിനീയറിംഗിന്റെ പാസ് പെർസെന്റ് ഏകദേശം പകുതിക്ക് പകുതിയാണ്, 50-50 എന്ന് പറഞ്ഞാൽ 100 പേര് ജോയിൻ ചെയ്താൽ 50 പേര് തോക്കും, 50 പേര് ജയിക്കും. ആ രീതി കൂടെയാണ് ഏകദേശം അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ജയിക്കുന്നതിന്റെ കൂട്ടത്തിൽ എത്തിപ്പെടാൻ ശ്രമിച്ചോണം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയൊരു പരാജയമായിരിക്കും. നമ്മുടെ വർഷങ്ങൾ നഷ്ടപ്പെടും, ലക്ഷങ്ങൾ നഷ്ടപ്പെടും കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ വരും വീഡിയോകളിൽ നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ട് എത്തും. എല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.